അവരെന്തു പറയുന്നതും ഉൾക്കൊള്ളാനും സാധിക്കണം. എന്നാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉയരാനും സാധിക്കണം. അങ്ങനെ ഉണ്ണികളെ സാധിച്ചില്ലെങ്കിൽ പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവൽ ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധാം. അതുകൊണ്ട് ഉണ്ണികളെ ഏവം മന കർമ്മവശം പ്രയുക്തേ അവിദ്യയാത്മന്യുപദീയമാനേ പ്രീതിന്നയാവൽ മയി വാസുദേവേ നമുച്യതേ ദേഹയോഗേന താവൽ. ഇപ്രകാരം മനസ്സ് ആസ് ദ മൈൻഡ് സോ ദ ലൈഫ് എന്നാണ്. നമ്മുടെ മനസ്സ് ഉയർത്താൻ പറ്റുന്ന ഒരു മനസ്സല്ലെങ്കിൽ ആ മനസ്സിന്റെ കാമനകൾക്കനുസരിച്ച് ഇന്ദ്രിയ തൃഷ്ണങ്ങൾക്കനുസരിച്ച് കർമ്മവശം പ്രയുക്തേ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കും. ക്രമേണ നമ്മുടെ മനസ്സ് അവിദ്യ ആത്മനി ഉപദീയമാനേ അവിദ്യയാകുന്ന അജ്ഞാനത്തിന്റെ അവിവേകത്തിന്റെ ഉള്ളിൽ ഉറച്ചിരുന്ന് ആ മനസ്സ് പ്രീതിന്നയാവൽ മയി വാസുദേവേ അന്തരാത്മാവായ എന്നോട് പ്രേമം കാണിക്കില്ല, എന്നിലേക്ക് ആ മനസ്സ് പ്രേമത്തോടെ തിരിയില്ല. അങ്ങനെയുള്ളവര് ദേഹയോഗേന നമുച്യതേ ഈ ദേഹത്തിന്റെ യോഗത്തിൽ നിന്നും ആ മനസ്സിനൊരിക്കലും മുക്തമാവാൻ സാധിക്കുകയില്ല. അപ്പൊ കുട്ടികളെ, നിങ്ങൾക്ക് ദേഹത്തോട് ഒട്ടി നിൽക്കാം, ദേഹത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്താനും നിങ്ങൾക്ക് സാധിക്കും. എന്നിലേക്ക് തിരിയും തോറും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാവും. ഏതിലൂടെയും കടന്നുപോകാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കും. അതുകൊണ്ട് യഥാന പശ്യതി അയഥാ ഗുണേഹം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിപശ്യൽ ഗതസ്മൃതി വിന്ദതി തത്ര താവൻ ആസാധ്യമൈതുന്യമകാരമജ്ഞാം. എപ്രകാരം എന്നെ മറന്നുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ തന്നെ ജീവിതം ധരിപ്പിച്ചുകൊണ്ട് അത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഗതസ്മൃതി വിന്ദതി താൻ ഭഗവാൻ ഉള്ളിലുണ്ടെന്ന ബോധം വിസ്മൃതി അത് സ്മരണയിൽ നിന്ന് പോയിക്കൊണ്ട് താപാൻ അനന്തമായ ദുഃഖങ്ങളെ അനുഭവിക്കാനായിട്ട് മൈഥുന്യമാകരമജ്ഞ അവിവേകിയായിട്ടുള്ള ആള് ഇത് തന്നെ ജീവിതം എന്ന് കരുതി ഈ മൈഥുന്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ, മക്കള്, വീട്, ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് കരുതി അതിൽ തന്നെ ഇങ്ങോട്ട് മനസ്സിനെ ഉറപ്പിക്കും. എന്നിട്ടോ പുംസസ്ത്രീയാ മിഥുനീ ഭാവമേദം തയോർമിതോ ഹൃദയഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈ ജനസ്യ മോഹോയം അഹം മമേതി. കല്യാണം കഴിക്കുന്നത് വരെ ആ ഭാര്യയുമായിട്ട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. എന്നാൽ ഒരിക്കൽ കല്യാണം കഴിച്ച് പുംസസ്ത്രീയ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും മിഥുനീഭാവം ഇത് തന്നെയാണ് എന്റെ ആള്, ഇത് തന്നെയാണ് എനിക്ക് ജീവിതം എന്ന് കരുതി ഹൃദയഗ്രന്ഥിമാഹു ശരീരത്തിലല്ല ബന്ധനം വരുന്നത്, ബന്ധനം മനസ്സിൽ അങ്ങോട്ട് ബന്ധിച്ചു കളഞ്ഞു. എന്നിട്ടോ ഗൃഹക്ഷേത്ര സുതാപ്തവിത്തൈ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് മക്കളിലേക്കും വീടിലേക്കും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് മോഹോ അഹം മമ ഇയാൾ എന്റെയാണ്, ഞാൻ അവരുടെയാണ്, ഇതൊക്കെയാണ് എന്റെ ജീവിതം, ഇതൊക്കെയാണ് എനിക്കുള്ളത് എന്നൊക്കെ കരുതി അതിലേക്ക് അങ്ങോട്ട് ഉറപ്പിച്ചുകൊണ്ട് യഥാ മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢ ആശ്രദേതാം തഥാജന സംപരിവർത്തതേ സ്മാൻ മുക്തപരം ജാത്യതിഹായ ഹേതും. അങ്ങനെ അതിലൊക്കെ ദൃഢമായി മനസ്സുറപ്പിക്കുന്ന ആൾക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഉണ്ണികളെ. അതെന്താണ്? ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്താൻ, മനസ്സ് ഭഗവാനിലേക്ക് തിരിയാൻ അതിനെന്ത് വേണം? ദൃഢമായിട്ടുള്ളൊരു ഉപാസനകള് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. തഥാജന സംപരിവർത്തതേ സ്മ. അങ്ങനെ ആ മനസ്സിനെ ആരിലേക്ക് ഉയർത്താം? ഭഗവാനിലേക്ക് ഉയർത്താൻ സാധിക്കും. അതിനെന്ത് വേണം? ഹംസോ ഗുരു മയി ഭക്ത്യാനുവൃത്യ വിതൃഷ്ണയാതൊന്തതിച്ഛയാച്ച സർവത്ര ജന്തോ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസാഹ നിവൃത്യ. ഗുരുവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജിജ്ഞാസയോടുകൂടി തന്റെ ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ട് ദ്വന്ദ്വതിദീക്ഷയാ, ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖം, ദുഃഖം, ജയം, പരാജയം, മാനം, അപമാനം, ഇതിനെയൊക്കെ സമബുദ്ധിയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ഉണ്ണികളെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ മനസ്സുറപ്പിച്ചു കൊണ്ടുവരാൻ മൽക്കർമ്മബിൽമൽക്കഥയാച്ച നിത്യം മതേവ സങ്കൽ ഗുണകീർത്തനാൻമേ
നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ. ഒരു വശത്ത് തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഉപാസനയിലൂടെ അതുമായി ഒട്ടിപ്പിടിക്കാൻ മനസ്സിനെ സമ്മതിക്കാതെ, ഒന്നിനോട് വൈരം കാണിക്കാതെ നിർവൈരക്തനായിട്ട് ഉണ്ണികളെ ഗേഹാത്മബുദ്ധിയിൽ നിന്നും മനസ്സിനെ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് ഉണ്ണികളെ ഇത് നിങ്ങൾ മറക്കരുത്. അധ്യാത്മയോഗേന വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്ര്യൽ സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വൽ അസംഭ്രമാദേന യമേന വാചം. ദിവസവും കുറച്ചു നേരം അധ്യാത്മയോഗം ചെയ്യണം. അധ്യാത്മയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആരുമായിട്ട് യോഗം ചെയ്യിക്കണം? ഭഗവാൻ. അത് നാമസങ്കീർത്തനം ചെയ്യണം. ഇപ്പൊ കുട്ടികൾ, നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവണം. രാവിലെ എണീറ്റാൽ കുളിച്ചിട്ടില്ലെങ്കിലും വിരോധമില്ല. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭക്തി എന്നൊക്കെ നിങ്ങൾ ഉയരണം. കുളിക്കണം എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ മനസ്സാണ് ഉയരേണ്ടത്, ആരല്ല? ശരീരമല്ല. അപ്പൊ ഇനി പല്ല് തേക്കണം, കുളിക്കണം, അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ വിരോധമില്ല. ഏറ്റവും പ്രധാനം കുറച്ചു നേരത്തേക്ക് മനസ്സ് ഉറങ്ങാതെ മറ്റു ചിന്തകളൊന്നും ചിന്തിക്കാതെ നാമം ജപിച്ച് ആരെ ചിന്തിക്കണം? അതൊരു നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയായിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടു നടക്കുക. ഇത്രയും സമയം ഞാൻ നാമം ജപിച്ചിരിക്കുന്നു. അതിനൊരു പ്രയാസം ആർക്കുമില്ല. അതൊക്കെ കുട്ടികളെ അഭ്യസിച്ചു കഴിഞ്ഞാലല്ലോ മനസ്സ് വേഗം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. വലിയ ട്രാജഡികൾ വന്നാലും നമ്മൾക്ക് മനസ്സ് നമ്മളോട് പറയും, ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോകുന്നതാണ്, ഇതൊന്നും ട്രാജഡിയല്ല, ഇതൊക്കെ നേരത്തെ തന്നെ, ഇതൊക്കെ ഇവിടെ എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഒരു പ്രകൃതിയുടെ നിയമമാണ്. അതിനെ നിങ്ങൾ ട്രാജഡി എന്നൊക്കെ വിളിച്ചിട്ട് വെറുതെ കുഴപ്പമാക്കുകയാണ്. ഇത് പ്രകൃതിയുടെ സമ്പ്രദായമാണത്, അങ്ങനെയാണത്. ഓരോന്നിന്റെ സ്വഭാവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആ സ്വഭാവത്തിൽ നിന്ന് മാറാൻ അതിന് സാധ്യമല്ല. ഒരിക്കലൊരു മെന്റൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് കുറെ സ്ഥലങ്ങൾ, ഒരു കുളമൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഒരു ദിവസം അവിടുത്തെ 2 രോഗികൾ, വലിയ അപകടം പിടിക്കാത്ത രോഗികൾ, അവരിങ്ങനെ ആ പറമ്പിലൊക്കെ നടന്ന് കുളത്തിന്റെ അടുത്ത് കൂടെ പോയി. അതിലൊരു രോഗി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. ഒരുത്തൻ ചാടി, രണ്ടാമത്തെ രോഗിയും വേഗം ചാടി. അപ്പൊ ആദ്യത്തവന് നീന്തലൊന്നും അറിയില്ല, അവൻ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി. രണ്ടാമത്തവൻ പോയി അവനെ പൊക്കിക്കൊണ്ടുവന്നു, നേരെ റൂമിലാക്കി. അപ്പോഴേക്ക് ഈ വിവരമൊക്കെ അറിഞ്ഞ് ഡോക്ടർമാരൊക്കെ ഓടി വന്നു. ഉടനെ അവിടെ വെച്ച് ഈ ചാടി രക്ഷപ്പെടുത്തിയവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്, ഇവിടുത്തെ ഒരു രോഗി വളരെ നോർമലായിട്ട് പെരുമാറി എന്നുള്ളത്. നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്വഭാവമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരു മാനസിക രോഗി ഒരിക്കലും വേറൊരു മാനസിക രോഗിയെ രക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഉറപ്പില്ല. പക്ഷെ അങ്ങ് വളരെ പക്വതയോടുകൂടി പെരുമാറിയോണ്ട് ഞങ്ങൾക്കൊരു തെറ്റ് മനസ്സിലായി, അങ്ങൊരു ആരല്ല, രോഗിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളൊരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് സന്തോഷ വർത്തമാനം പറയുമ്പോഴേക്കും ഒരു സ്റ്റാഫ് ഓടി വന്നിട്ട് എന്തോ ഡോക്ടറുടെ ചെവി പറഞ്ഞു. ഒരു നിമിഷം ഡോക്ടർ പറഞ്ഞു, അങ്ങയോട് എങ്ങനെയാ പറയാൻ എനിക്കറിയില്ല, ഒരു ദുഃഖവർത്തമാനം കൂടി പറയാനുണ്ട്. അപ്പൊ ഈ രക്ഷിച്ച രോഗി ഇങ്ങനെ ഡോക്ടറുടെ കണ്ണിലേക്ക് നോക്കി. എന്താവോ സന്തോഷ വർത്തമാനം? സന്തോഷ വർത്തമാനം എന്താന്ന് വെച്ചാൽ, അങ്ങ് ഈ രോഗിയെ രക്ഷപ്പെടുത്തിയതുകൊണ്ട്, വളരെ നോർമൽ മനസ്സുള്ള ഒരാളായതുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്വതന്ത്രരാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങേക്കൊരു ദുഃഖവർത്തമാനം കൂടിയുണ്ട്. അതെന്താണ്? അങ്ങ് രക്ഷിച്ച രോഗിയുണ്ടല്ലോ, അയാൾ ബാത്റൂമിൽ തൂങ്ങി മരിച്ചു കളഞ്ഞു. ഉടനെ നമ്മളെ രക്ഷിച്ച രോഗിയില്ലേ, സാർ അയാൾ തൂങ്ങി മരിച്ചതല്ല, ഞാൻ ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടതാണെന്ന്. അയാൾ കുറച്ചുനേരം വെള്ളത്തിൽ കിടന്നിട്ടേ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡോക്ടർ അപ്പം ബോധം കെട്ട് വീണു. ചിലതൊന്നും നേരെയാക്കാൻ സാധ്യല്ല. അത് പ്രകൃതിയുടെ നിയമപ്രകാരം അതങ്ങനെ പോകും. അതെന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചാൽ അതങ്ങനെ സംഭവിക്കണമെന്ന് പ്രകൃതിയുടെ നിയമമാണ്. ആർക്കും ഇതിനൊന്നും മാറ്റിയെടുക്കാൻ, ഈ ശരീരം എന്തൊക്കെ അനുഭവിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ എഴുതി വെക്കണം. പ്രകൃതി എങ്ങനെയാണ്. അതുകൊണ്ട് ട്രാജഡികളല്ല സംഭവിക്കുന്നത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ അതിന്റെ സമയമാകുമ്പോൾ അതിന്റെ ഫലങ്ങൾ വന്ന് ഇതിലൂടെ കടന്നുപോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉണ്ണികളെ എന്ത് വേണം? നാം ഇതിലൂടെ കടന്നു പോകുന്ന സമയത്തും മനസ്സ് തളരാത്ത വിധത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അധ്യാത്മയോഗേന വിവിക്ത സേവയാ. വിവിക്ത സേവ എന്ന് പറഞ്ഞാൽ
വിവിക്ത സേവ എന്ന് പറഞ്ഞാൽ അർത്ഥം ആരും ഡിസ്റ്റർബ് ചെയ്യാൻ ഇല്ലാത്തൊരു സ്ഥലം. പണ്ട് കാലത്ത് നമുക്ക് പൂജാമുറികളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങള്. ഇന്നിപ്പോ ഫ്ളാറ്റ് വന്നതോടുകൂടി ഒരു വിവിക്ത സേവ ഇല്ല. കാരണം ആകെ 2 മുറിയേ ഉള്ളൂ. അതൊന്ന് ബെഡ്റൂമായിപ്പോയി, ഒന്ന് ഫ്രണ്ട് റൂമായിപ്പോയി, പിന്നെയുള്ള റൂം അടുക്കളയാണ്. അപ്പൊ വിവിക്ത സേവ എന്ന് പറയുന്നത് ഇപ്പോ മിക്കവാറും നമുക്ക് വീടുകളിൽ ഇല്ലാതെയായിപ്പോയി. ഇനി എവിടെ ഇരുന്നിട്ട് നാമം ചെല്ലാൻ പറ്റും? അകത്ത് കടന്നുറങ്ങുന്നവരുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ പിള്ളേർ കടന്നുറങ്ങേണ്ട, അകത്ത് മറ്റുള്ളവർ കടന്നുറങ്ങുന്നതിന്റെ ഇടയിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് രാവിലെ തന്നെ ഓം വിശ്വം വിശ്വം അഷട്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികകാലം ഈ ഭൂതത്തിന് ചൊല്ലേണ്ടി വരില്ല. കാരണം അവർക്കിതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് എന്ത് വേണം? അവരൊക്കെ പോയതിനു ശേഷം ഇന്ന സമയത്തെ നാമം ജപിക്കാവുന്നൊന്നും എഴുതിയിട്ടില്ല. രാവിലെ നല്ലതാണ് ജപിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയം നോക്കി, വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമല്ലോ, ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട്. ആരും ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞ സമയം അതെപ്പോഴാ? അത് പകലുണ്ടാവില്ലേ ജോലി ചെയ്യാത്തവരാണെങ്കിൽ? അപ്പൊ എനിക്ക് കടന്നുറങ്ങണം. അവരോടൊന്നും പിന്നെ ഒന്നും പറയാനില്ല. അല്ല, പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് പിന്നെ എനിക്ക് TV കാണണ്ടേ? അതൊന്നും നിങ്ങൾ കാണാത്തവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ സമയത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാഭിജയേന സദ്രിൽ സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വൽ അസംഭ്രമാദേന യമേന വാചം. ഇപ്രകാരം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട്, ഇവിടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നല്ല അർത്ഥം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ആചരിച്ച് ജീവിക്കുക. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നാണ് അർത്ഥം. ആനന്ദമാണ് ഭഗവാൻ, ആനന്ദമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. ആനന്ദമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഉപനിഷത്തിൽ പറയും, ആരാ ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും അന്തരാത്മാവായി നിറഞ്ഞിരിക്കുന്ന ആ ശക്തി തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ബ്രഹ്മചര്യം എന്നുള്ള ശബ്ദത്തിന് ഉപനിഷത്തിൽ പറയും, തൈത്തിരീയോപനിഷത്തില് ആനന്ദോ ബ്രഹ്മേതി വ്യജാനൽ ആനന്ദേ ദേവഖല്യമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാനാതി ജീവന്തി ആനന്ദം പ്രയന്ത്യപി സംവിശന്തീതി സൈഷാ ഭാർഗവി വാരുണീ വിദ്യ. ഇത് തൈത്തിരീയോപനിഷത്തിലെ മന്ത്രങ്ങളാണ്. അവിടെ പറയും ആനന്ദം ബ്രഹ്മേതി. മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, ഉണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് ആനന്ദമാണ്. നമ്മളൊക്കെ വന്നത് എങ്ങനെയാണ്? ആനന്ദേന ഖല്ലിമാനി ഭൂതാനി ജീവന്തി. എല്ലാ ജീവനും ജീവിക്കുന്നത് ആനന്ദത്തിലാണ്. എല്ലാ ജീവനും വന്നിരിക്കുന്നത് ഭൂതാനി ജായന്തി. ഭൂതങ്ങൾ വരുന്നത് ആനന്ദത്തിൽ നിന്നാണ്. മനസ്സിലാവും നമുക്ക്. സുഖത്തിന് വേണ്ടിയിട്ടല്ലേ എണ്ണ ചേരുന്നത്, അല്ലേ? കുടുംബം കൊണ്ട് നടക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ ആനന്ദത്തിൽ നിന്ന് വന്ന് ആനന്ദത്തെ അന്വേഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളത് പ്രകടിപ്പിക്കാൻ പഠിപ്പിച്ചാൽ മതി മനസ്സിനെ. അങ്ങനെ ആനന്ദം പ്രകടിപ്പിച്ച്, അതായത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയാം. അതാണ് ശരിക്കുള്ള ബ്രഹ്മചര്യം. കല്യാണവുമായി ബന്ധപ്പെട്ടതല്ലത്. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് നിത്യബ്രഹ്മചാരി എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു നാമമാണ് നിത്യബ്രഹ്മചാരിണേ നമ. ഭഗവാൻ അതാ വിളിക്കുക. അപ്പൊ നിത്യബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നിത്യവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവനാരോ. അല്ലാതെ ഭഗവാൻ വിവാഹം കഴിക്കാത്തവനാണോ? ആ ഡെഫിനിഷൻ തെറ്റില്ലേ? നമ്മുടെ ഭാരതത്തിലുണ്ടല്ലോ ബ്രഹ്മചാരി എന്നൊക്കെ പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആളുകൾ അതിനെ വേറെ രീതിയിൽ അർത്ഥമൊക്കെ കൊടുത്തു. ശരി, എന്നാൽ വിദ്യാഭ്യാസം പഠിക്കുന്ന കാലത്ത് ബ്രഹ്മചര്യം എന്ന് പറയൂ ഇതിനെ. അതെന്താന്ന് വെച്ചാൽ ശ്രദ്ധ മുഴുവൻ വിദ്യാഭ്യാസത്തിലേക്ക് തിരിക്കുന്നവരെയും ബ്രഹ്മചാരികൾ എന്ന് പറയും. അവരുടെ ഫുൾ എനർജി അതിലേക്ക് തിരിക്കുന്നവര്. ഏതായാലും ഉണ്ണികളെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? കർമാശയം ഗ്രന്ഥയ ഗ്രന്ഥിബന്ധ അവിദ്യയാ സാധിതമപ്രമത്താം അനേന യോഗേന യഥോപദേശം സമ്യൽ വ്യബോഹ്യോ പരമേതയോഗൽ. കർമാശയം ഗ്രന്ഥിബന്ധം അവിദ്യയാ സാധിതമപ്രമത്താം. ഈ മനസ്സെന്ന് പറയുന്നത് ഉണ്ണികളെ കുറെ മോഹങ്ങളും കുറെ കർമ്മങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ പലതിനോടുള്ള അറ്റാച്ച്മെന്റിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സംഘങ്ങളാണത്. അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അവിദ്യയാ സാധിതമപ്രമത്ത, ഈ മനസ്സിനെ അതിൽ നിന്നും നമുക്ക് മുക്തമാക്കേണ്ടതുണ്ട്. അതെങ്ങനെ സാധിക്കുള്ളൂ? അനേന യോഗേന യഥോപദേശം. ഗുരുക്കന്മാരിൽ നിന്ന് ഉപദേശം വാങ്ങിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അനേന എന്ന് പറഞ്ഞാൽ
അനന്യം എന്ന് പറഞ്ഞാൽ അന്യമല്ലാത്ത വിധത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് യോഗേന, അങ്ങനെ ഭഗവാനുമായിട്ട് യോഗം ചെയ്തുകൊണ്ട് ഉണ്ണികളെ ക്രമേണ ക്രമേണ ഉപരമേത, മനസ്സിനെ ഈ ലൗകിക ചിന്തകളിൽ നിന്നും ഉപരമിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായി. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഉണ്ണികളെ പുത്രാംശ ശിഷ്യാംശ നിർഭോ ഗുരുർവാ മല്ലോകകാമോ മതനുഗ്രഹാർത്ഥ ഇത്തം വിമന്യൂരജിക്ഷിതാജ്ഞാൻ നയോജയേൽ കർമ്മസു കർമ്മമൂഢൻ. പുത്ര, ഭാര്യ, അതുപോലെ ഭാര്യ ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ അതിൽ മാത്രം ജീവിതം കണ്ടെത്തിക്കഴിഞ്ഞാൽ കർമ്മസുമൂഢൻ, കർമ്മമൂഢനായിട്ട് അവൻ ജീവിതം നശിപ്പിക്കും ഉണ്ണികളെ. അവന്റെ ജീവിതം അവൻ ഉയർത്താൻ അവന് സാധ്യമല്ല. ഇന്നാണെങ്കിലോ ലോകം എന്ന് പറയുന്നതോ ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി യോ വർത്തൻ സമീഹേത നികാമകാമാം അന്യോന്യവൈര്യസുകലേശഹേതോ അനന്തദുഃഖം നജവേദമൂഢ. ഈ ലോകത്തിന്റെ ദൃഷ്ടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയുള്ള ദൃഷ്ടി? യത് ശ്രേയസി, എന്താണ് ശ്രേയസ് എന്ന് ആളുകൾക്കറിയില്ല. ആളുകൾ ശ്രേയസ് എന്ന് കരുതുന്നത് അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും ഇത് എന്തല്ല, ശ്രേയസ്സല്ല, ഇത് നമുക്ക് പരമസുഖം തരുന്നതല്ല, ഇത് ദുഃഖവും വിഷമങ്ങളും തരുന്നതാണ്. അപ്പൊ നമ്മൾ മുന്നിൽ ഒരു എയിം വെച്ചുകൊണ്ട്, ഒരു ഗോൾ വെച്ചുകൊണ്ട്, ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ ആ ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതായിരുന്നില്ലേ ശരിക്കുള്ള ഒരു ലക്ഷ്യം എന്ന് മനസ്സിലാവുന്നത്. ആളുകളാണെങ്കിലോ അത് മനസ്സിലാവാതെ സ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി സമീഹേത നികാമകാമ ഓടുകയാണ്. അത് തന്നെ ലക്ഷ്യം എന്ന് കരുതി. എന്താ ഉണ്ടാവുന്നത്? അന്യോന്യവൈര്യ സുഖലേശഹേതോ. പുറമേക്കെല്ലാ പ്രൗഢിയും ആർഭാടങ്ങളും ഉണ്ട്, എന്നാൽ ഉള്ളിന്റെ ഉള്ളിലോ എന്നും ദുഃഖങ്ങളും വിഷമങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഓരോ വിഷമങ്ങളാണ് കൊണ്ട് നടക്കുന്നത്. ഉള്ളിൽ ഇരുത്തിയാണ്. പുറമേക്കാണെങ്കിൽ ഒരു വിടർന്ന പൂവിനെ പോലെയാണ്. വാസ്തവത്തിൽ അവര് ഒരു മിഥ്യയായ ജീവിതമാണ് നയിക്കുന്നത്. മത്സരബുദ്ധിയും ഇതൊക്കെയാണല്ലോ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉണ്ണികളെ നിങ്ങൾ അവരെ അനുകരിക്കരുത് എന്നാണ് പറയുന്നത്. ഒരിക്കലൊരു ഗർഭിണിയായ മുത്തശ്ശി പ്രസവിച്ചതില്ല. അവര് ആ ഗർഭം പുറത്തേക്ക് വന്നില്ല. ഒരു 10-20 വയസ്സിൽ അവർക്ക് ഗർഭിണിയായത്. അവര് ആ അമ്മ പ്രസവിക്കാതെ 80-85 വയസ്സായപ്പോ അമ്മ മരിച്ചു. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം വരുന്ന ഓപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അമ്മയെ. എന്താ ഗർഭപാത്രത്തിൽ നടന്നതെന്ന് അറിയണല്ലോ. അപ്പൊ നോക്കുന്ന സമയത്ത് അതിന്ന് 2 കിളവന്മാർ എണീറ്റ് വന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. ഇരട്ടക്കുട്ടികളാണ്. അവർ കിളവന്മാരായിരിക്കും അതിന്റെ ഉള്ളിൽ കടന്നിട്ട്. അപ്പൊ അവര് രണ്ടുപേരെയും ഡോക്ടർമാർ പുറത്തെടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പുറത്തു വരാഞ്ഞത് എന്ന്. അപ്പൊ ഒരുത്തൻ പറയാണ്, ഞാൻ പുറത്തു വരണം എന്ന് വിചാരിച്ച് പുറത്തേക്ക് കിടക്കുമ്പോൾ മറ്റവൻ വലിച്ചു കയറ്റുകയാണ് അത്രേ. അപ്പൊ ഞാൻ പുറത്തു വരണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അവനെയും വലിച്ചു കയറ്റി. അവൻ എന്നെ വലിച്ചപ്പോൾ ഞാൻ അവനെയും വലിച്ചു. അങ്ങനെ ഈ മത്സരം നടന്ന് അവർക്ക് രണ്ടുപേർക്കും പുറത്തു വരാൻ പറ്റിയില്ല. അതിന്റെ ഇടയ്ക്ക് പ്രായം വന്ന് എന്നിട്ട് ഡോക്ടറോട് ചോദിക്കുക, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന്. ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ അതിന്റെ അകത്തന്നെ പോകാൻ പറ്റുള്ളൂ, കാരണം രൂപ അത്രയായിട്ടുള്ളൂ, ഇനി എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ലോകം എന്ന് പറയുന്നത്. അവര് ഓടി ഓടി മത്സരിക്കുന്ന സമയത്ത് ആ ഗർഭത്തിൽ കടന്ന വൃദ്ധന്മാരുടെ മനസ്സ് പോലെയിരിക്കുന്നു. ശരീരം കൊണ്ടൊക്കെ വലുതായിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ചെറുതായിട്ട് മത്സരവും അതും ഇതൊക്കെ ആയിട്ട് പോരൊന്നും വിട്ടുപോകുന്നില്ല. ഇതിനുണ്ടോ ഒരു അവസാനം? ഈ ലോകത്തിലേക്ക് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ കാണുന്നത്. അങ്ങോട്ടും മത്സരം, ഇങ്ങോട്ടും മത്സരം. ഇതാ കോടതിയിൽ പോയാൽ അതല്ലേ കാണാൻ പറ്റുന്നത്. എവിടെ ഇതിനൊക്കെ ഒരു അവസാനം ഉള്ളത്? അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ ഇവരൊന്നും ഫോളോ ചെയ്യരുത്. നിങ്ങൾക്ക് വ്യക്തമായൊരു എന്ത് വേണം? ജീവിതം എന്തിനാണെന്ന് മനസ്സിലാവണം. ഇതെന്തിനാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? കാരണം ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ അച്ഛൻ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. നല്ലൊരു ശ്ലോകമാണ്, 18ാമത്തെ ശ്ലോകം. എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു ശ്ലോകമാണ്. ഗുരൂനനസ്യൽ സ്വജനോനനസ്യൽ പിതാനനസ്യൽ ജനനീനനസ്യൽ ദൈവം നനസ്യൽ ന പതിശ്ച സസ്യൽ ന മോചയേദ്യ സമുപേദ മൃത്യും. ഗുരു ന, ആ ഗുരു അല്ല. ഏതു ഗുരു? അതവിടെ നിൽക്കട്ടെ. സ്വജനം ന, ആ സ്വജനം സ്വജനമല്ല. പിതാന്ന, ഭർത്താവില്ലേ, ആ അച്ഛനല്ല. ജനനീ ന, ആ അമ്മയല്ല. ദൈവം ന, ആ ദൈവം ദൈവമല്ല. പതി ന, ആ ഭർത്താവല്ല. ഏത് ഭർത്താവ്, ഏത് ദൈവം, ഏത് അമ്മ, ഏത് അച്ഛൻ, ഏത് സ്വജനം,
ഏതു ഗുരു? നമോജയേൽ, മോചിപ്പിക്കുന്നില്ല എങ്കിൽ, സമുപേത മൃത്യും, മൃത്യുവിന് വശംപ്പെട്ടിരിക്കുന്ന ശരീരബോധത്തിൽ നിന്ന് ആ കുട്ടികളുടെ മനസ്സിനെ ഉയർത്താൻ ഒരു അച്ഛനും അമ്മയ്ക്കും ഗുരുവിനും ദൈവത്തിനും പതിക്കും സാധിക്കുന്നില്ല എങ്കിൽ അവരെന്നും എന്ത് വിളിക്കരുത്? അച്ഛനെന്നും അമ്മയെന്നും ഒന്നും വിളിക്കരുത്. അപ്പൊ ഒരു അച്ഛന്റെ കടമ എന്താണ്? ഒരു അമ്മയുടെ കടമ എന്താണ്? ശരീരബോധത്തിൽ നിന്നും, ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന ശരീരബോധത്തിൽ നിന്നും, എന്ന് വെച്ചാൽ ശരീരവുമായി ബന്ധപ്പെട്ടവര്, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കള്, ഇത് മാത്രമല്ല ജീവിതം. ഇതിനപ്പുറത്തേക്ക് കടക്കാനും ആർക്ക് സാധിക്കും? മനസ്സിന് ഈ ലോകത്തിൽ നശിച്ചു പോകുന്നതിലും ചേരാൻ സാധിക്കും. മനസ്സിന് നാശമില്ലാത്ത ഭഗവാനിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് ആര്? അച്ഛനമ്മമാര്. ഇന്ന് അങ്ങനെയുള്ള അച്ഛനമ്മമാര് കുറവാണ്. അതുകൊണ്ട് കുട്ടികൾ അച്ഛനമ്മമാരെന്ന് വിളിക്കാറുമില്ല. ഇന്നിപ്പോ നമ്മുടെ വീട്ടിൽ അച്ഛനും ഇല്ല, അമ്മയും ഇല്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് ഡാഡിയും മമ്മിയല്ലേ ഉള്ളൂ. ആ കാലഘട്ടത്തിലാണല്ലോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അച്ഛൻ എന്നുള്ള ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകണം, നോർത്തിലേക്കൊക്കെ പോകണം. അവിടെ ഉള്ളവരാണ് ഫോണിലൂടെ സംസാരിക്കുമ്പം അച്ഛ. എനിക്ക് ആദ്യമൊക്കെ പോയപ്പോ എനിക്ക് തോന്നി ഇവർക്ക് എത്ര അച്ഛന്മാരാണെന്ന്. കാരണം കുറെ തവണ പറയും അച്ഛ അച്ഛ. നിങ്ങൾ ഹിന്ദിയിൽ വല്ലതും ചോദിച്ചു നോക്കൂ, ഉടനെ നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടുക? അച്ഛ. അങ്ങനെ ഒരു ഉത്തരം. അതേ അച്ഛ എന്നുള്ള ശബ്ദം അവിടെ കേൾക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്കത് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ഡാഡി മമ്മി എന്നാ കേൾക്കുക. ആ മമ്മി എന്നുള്ള വാക്കുണ്ടല്ലോ, അതിന്റെ അർത്ഥമായത് കുട്ടിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. വീട്ടിലെത്തിയപ്പോ മമ്മിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നൗ ഐ അണ്ടർസ്റ്റുഡ് മമ്മി മീൻസ്. അമ്മ ചോദിച്ചു, എന്താ കുട്ടാ മനസ്സിലായത്? ഈജിപ്തിലെ ശവങ്ങളാണ് അത്രേ അമ്മേ. അപ്പൊ അമ്മ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ, അല്ല മമ്മി എന്ന് പറഞ്ഞാൽ ശവങ്ങളായിരിക്കണം. ഇതൊക്കെ ആ സംസ്കാരം നമ്മൾ ഉയരണമെങ്കിൽ കുറെയൊക്കെ ആത്മീയ സംസ്കാരം അച്ഛനമ്മമാർക്കുണ്ടാവണം. എങ്കിലേ ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? മക്കൾക്ക് കൊടുക്കണം. അച്ഛന്റെ മനസ്സ് തന്നെ കട്ടറില കിടക്കണമെങ്കിൽ പിന്നെ അച്ഛൻ എങ്ങനെ എടുത്ത് ഉയർത്തുക മക്കളുടെ മനസ്സ്? അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംസ്കാരം അച്ഛനുണ്ടെങ്കിലേ ഉണ്ണികളെ നിങ്ങൾ ഉയർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതം ശരീരം മമ ദുർവിഭാവ്യം സത്വം കിമേ ഹൃദയം യത്ര ധർമ്മ പൃഷ്ടോ കൃതോ മേയതധർമ്മ ആരാൾ അതോ ഹിമാം ഋഷഭം പ്രാഹുരാര്യ. ഈ ശരീരം കൊണ്ട് ഉണ്ണികളെ സുഹൃതെന്ന് പറയാലോ. എന്റെ ഹൃദയത്തെ ധർമ്മമാചരിച്ചുകൊണ്ട് ഉപാസനകളിലൂടെ എന്റെ രാജ്യഭരണത്തിലൂടെ എനിക്ക് സത്വം ഹിമേ എവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്? ഇവിടെ സത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം സമബുദ്ധിയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണ് എനിക്ക് ഋഷഭം എന്നുള്ള പേര് ഇന്ന് അന്വർത്ഥമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങൾക്ക് സത്വഗുണത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് സ്വയം എവിടേക്ക് ഉയർന്നിട്ടുണ്ട്? സത്വഗുണത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ യത്യതാചരതി ശ്രേഷ്ഠ തത്തദേവേദരോചന സയൽ പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ആദ്യം ആചരിച്ച് നമ്മൾ മറ്റുള്ളവരെയും ആചരിപ്പിക്കാൻ. ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതുകൊണ്ട് കുട്ടികളെ, ഇനി നിങ്ങൾ ഭരതന്റെ നേതൃത്വത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രാജ്യഭരണവും അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം. നിങ്ങളുടെ ജീവിതത്തിൽ ആരെന്തു പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും നിങ്ങൾ തെറ്റിപ്പോവരുത്. ഇപ്രകാരം കുട്ടികളെ അനുഗ്രഹിച്ചുകൊണ്ട് ആ അച്ഛൻ രാജ്യഭരണം ഭരതനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് ഭരതൻ രാജ്യം ഭരിക്കുന്നതാണ് അടുത്തത് നമ്മൾ കാണുന്നത്. ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങുമ്പോഴാണത്രേ ഈ ഭരതന്റെ കഥ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ അതിഗംഭീരമായൊരു കഥയാണ്. മനുഷ്യനാണോ, മനുഷ്യ മനസ്സിൽ മോഹങ്ങൾ ഉണ്ടാകും. മോഹങ്ങളില്ലാത്തവരായി ഈ ലോകത്തിൽ ഇന്നേ വരെ ഒരാളും ഉണ്ടായിട്ടില്ല. എല്ലാ മനുഷ്യ മനസ്സിലൂടെയും ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സ്വപ്നങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ പറയാം എനിക്കിനി ഒരു ആഗ്രഹം ഇല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ നുണയാ. ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഉണ്ടോ ഇല്ലയോ? അപ്പോ എല്ലാ മനുഷ്യ മനസ്സിലും എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, മോഹങ്ങള് ഇതുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൽ നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 തരം ആഗ്രഹങ്ങള് മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. ഒന്ന് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പോസിറ്റീവും, മറ്റൊന്ന് നെഗറ്റീവും.
ഉദാഹരണത്തിന് ദശരഥ മഹാരാജാവിന് ശ്രീരാമസ്വാമിയെ പട്ടാഭിഷേകം ചെയ്ത് യുവരാജാവാക്കി വാഴിക്കണം എന്ന ആഗ്രഹം ഒരു പോസിറ്റീവാണ്. എന്നാൽ ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞയച്ച് തന്റെ പുത്രനെ രാജാവായി വാഴിക്കണം എന്ന കൈകേയിയുടെ ആഗ്രഹം ഒരു നെഗറ്റീവാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കാത്ത, മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാത്ത ആഗ്രഹങ്ങൾ പോസിറ്റീവാണ്. മറ്റുള്ളവർക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്ന ആഗ്രഹം നെഗറ്റീവാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്നത് കാണാം. ഇപ്പൊ കുട്ടിക്കാലത്ത് തന്നെ നെഗറ്റീവ് ആഗ്രഹങ്ങൾ വരുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് അതിനെ മനസ്സിൽ നിന്നും മാറ്റിവെക്കാനും നല്ല ആഗ്രഹങ്ങളെ, നല്ല സ്വപ്നങ്ങളെ, നല്ല മോഹങ്ങളെ വാർത്തെടുക്കാനുള്ളൊരു സംസ്കാരവും വേണം. അത് ആത്മീയമായൊരു സംസ്കാരത്തിലൂടെ വളർന്നു വരാത്ത കുട്ടികൾക്ക് വളരെ വളരെ പ്രയാസകരമാണ്. ഇന്ന് നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോണ്ടല്ലോ, ദിനം പ്രതി പത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എൻവിറോൺമെന്റ്, ആ സാഹചര്യം അത് പോസിറ്റീവ് അല്ലെങ്കിൽ, അവരുടെ ഉള്ളിലും പോസിറ്റീവ് ആഗ്രഹങ്ങളല്ല വരുന്നെങ്കിൽ അതെങ്ങോട്ട് വഴിതെളിക്കും? നെഗറ്റീവിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽക്ക് തന്നെ കുട്ടികളെ മെഡിറ്റേഷൻ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. നമ്മളുണ്ടല്ലോ, ആത്മീയത എന്ന് പറയുന്നത് ഇന്ന് ഏറെക്കുറെ നമ്മൾ അമ്പലങ്ങളും തൊഴുതുപോകലും മാത്രം ആവുകയാണ്. അതിന്റെ പിന്നിലേക്ക് നമ്മൾ ആരും ഇറങ്ങിച്ചെല്ലുന്നില്ല. ആത്മീയത എന്ന് പറയുന്നത് ആ ശബ്ദം കൊണ്ട് തന്നെ അർത്ഥമാണ്. കുറച്ചു നേരത്തേക്ക് തന്റെ മനസ്സിനെ ആരിലേക്ക് എത്തിക്കലാണ്? ആത്മാവായിരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞ ശബ്ദം അതല്ലേ, ഭഗവതീയത അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആത്മീയത എന്നാ പറഞ്ഞത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവ് എവിടെ ഇരിക്കണു? അവിടെ അമ്പലത്തിലല്ലല്ലോ ഇരിക്കുന്നത്, ആണോ? അപ്പൊ അമ്പലത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്റെ മനസ്സിനെ കുറച്ചുനേരം തന്നിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിലേക്ക് ഉയർത്താൻ അത് അച്ഛനമ്മമാര് അഭ്യസിപ്പിക്കണം എന്ന് പറയാണ്. അത് നമ്മൾ കുട്ടിക്കാലത്തെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ഇതെനിക്ക് നേടാൻ സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ധൈര്യം, മനോധൈര്യം, എനിക്കിത് നേടാൻ പറ്റും, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഏകാഗ്രത എനിക്ക് ഉണ്ടാവും. ഇനി അത് പ്രതീക്ഷിച്ച സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഞാനിത് പ്രയത്നിക്കണം, ക്ഷമിക്കണം, കാത്തിരിക്കണം എന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ആത്മീയത കൊണ്ട് കാര്യമെന്നില്ല. അറിയാം, ഒരിക്കലൊരു മഹാരാഷ്ട്രയിൽ നടന്നൊരു കഥയാണത്. അവിടെ ഒരു കർഷകൻ ഭൂ ഉടമയുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യാനായിട്ട്, ലോണിനായിട്ട് എടുത്തിട്ട് അയാൾ കൃഷി ചെയ്യാൻ തുടങ്ങി. പക്ഷെ കൃഷി വൻ തകർച്ചയിലായി, കുടുംബം മുഴുവൻ പട്ടിണിയാവുന്നുള്ള അവസ്ഥ വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ഭാര്യയും ഒരു മകളും. ആ കുട്ടിക്കാണെങ്കിൽ പഠിക്കാനുള്ള കഴിവ്, ഒരുപാട് സർഗവാസനകൾ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. കലാപരമായിട്ടും പലതും, പാട്ടുപാടാനുള്ള കഴിവ്, ജന്മവാസന. അപ്പൊ അധ്യാപകന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങളെങ്കിലും കാശെടുത്തിട്ട് കുട്ടിയുടെ ട്യൂഷന്റെ കാശ് ഞങ്ങൾ കൊടുത്തു ചെലവാക്കിക്കൊള്ളാം, എന്തായാലും വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കണമെന്ന്. 2-3 കിലോമീറ്റർ നടക്കണം, എന്നാൽ ആ കുട്ടിയെ അച്ഛനമ്മമാര് പറഞ്ഞയച്ചു. കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ആ മകളും 10ാം ക്ലാസ്സിൽ എത്തി അവള്. അപ്പൊ അവളുടെ വിദ്യാഭ്യാസത്തിനും കുറച്ച് കാശ് വേണം. അങ്ങനെ അച്ഛനാണെങ്കിലും ആകെ തകർന്ന് തരിപ്പണായിരിക്കുന്ന സമയത്ത് എവിടുന്നോ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു, ഒരു ബ്ലേഡുകാരനെ. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലേഡ്. ഏത് ബ്ലേഡ്? മണി ലെൻഡിങ് ബ്ലേഡ്. അങ്ങനെ അയാളെ പരിചയപ്പെടുത്തു. അയാളുടെ നിന്ന് കുറെ കാശ് മേടിച്ചു. എന്നിട്ട് കൃഷി ഇറക്കി. ഇയാളുടെ ദുരന്തം നോക്കണം, ആദ്യം തകർന്നു തരിപ്പണായി. എന്ന് വെച്ചാൽ വേണ്ടത്ര കൃഷി വിജയിച്ചില്ല, പരാജയപ്പെട്ടു. കടത്തിന്റെ മുകളിൽ കടം വന്ന്, നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും, അവിടെ മഹാരാഷ്ട്രയിലെ കുറെ ആളുകൾ ആത്മഹത്യ ചെയ്തത്. ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നി, ആത്മഹത്യ ചെയ്താൽ എന്താന്ന്. കാരണം അത്രയും കടാണേ. അങ്ങനെ ഒരു വേദനാത്മകമായ ജീവിതം നയിക്കുന്നതിന്റെ ഇടയിൽ, അദ്ദേഹം കഷ്ടപ്പെട്ട് വീട്ടിലെ പട്ടിണി എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നതിന്റെ ഇടയിൽ ഈ ബ്ലേഡുകാരൻ വീട്ടിൽ വന്നു. ബ്ലേഡുകാരന്റെ കാര്യം പറഞ്ഞാൽ 10-40 വയസ്സായിണ്ടാവും. കണ്ടാ തന്നെ ഒരു ഭീകരൻ. കാരണം അവർക്ക് പൈസ തിരിച്ചു മേടിക്കുന്ന ഇത്തിരി ഭീകരത ആവശ്യമാണല്ലോ. കണ്ടാ തന്നെ പേടിയോ അയാളെ. അയാളുടെ ഭാര്യയെ അടിച്ചു ഓടിച്ചവനാണ്.
അങ്ങനെയൊക്കെയുള്ളൊരു ടൈപ്പ് ആള്. അയാളെ വീട്ടിൽ വന്നു. അപ്പോഴേക്കും കർഷകൻ ഓടിച്ചെന്നു, കാല് പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്നെ ഭീഷണിപ്പെടുത്തരുത്, അങ്ങ് എന്റെ കുടുംബം നശിപ്പിക്കരുത്, ഞങ്ങളെ ഇറക്കി പറഞ്ഞയക്കരുത്, അങ്ങേക്ക് കുറച്ചൊരു കാരുണ്യം കാണിക്കണം. ഒരു 6 മാസം സമയം ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ട് അങ്ങയുടെ കടം തീർക്കാം, അല്ലെങ്കിൽ ഈ വീടും എന്റെ ഈ കുറച്ച് സ്ഥലം അങ്ങേക്ക് തരാം, എന്നാലും കടം തീരില്ല എന്ന് എനിക്കറിയാം, കുറച്ച് സമയം തരണം എന്ന്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഈ ബ്ലേഡുകാരൻ, അയാളുടെ മുഖത്ത് അങ്ങനെയുള്ള ഭാവമൊന്നുമില്ല, പണം ചോദിക്കണം എന്നുള്ള ഒരു ധാർഷ്ട്യത്തിന്റെ ഭാവമൊന്നുമില്ല. അയാൾ പറഞ്ഞു, ഞാൻ മറ്റൊരു കാര്യം പറയാനാ വന്നത്. അതെന്താണ്? അങ്ങയുടെ കടം ഞാൻ എഴുതി തള്ളാൻ പോകണമെന്ന്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്റെ കടം എഴുതി തള്ളി? ഒരു കണ്ടീഷനുണ്ട്, അങ്ങയുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന്. ആ കുട്ടിയത് കേട്ടതും ഷോക്കേറ്റതുപോലെ, കണ്ടാൽ തന്നെ പേടിയും മനുഷ്യനെ. അച്ഛന്റെ അതേ പ്രായമുള്ള ഒരാള് ഇയാളെ തന്റെ ഭർത്താവായിട്ട് കാണേ. ആ കുട്ടി ഓടി അകത്തേക്ക്. അച്ഛൻ മകളുടെ കണ്ണിലേക്ക് നോക്കിയപ്പം തന്നെ മനസ്സിലായി. അച്ഛനും കണ്ണുനീര് വന്നു. എന്താ അയാളോട് പറയാ? ചോദിക്കാനെങ്കിലും നാണം വേണ്ടേ? ദീപത്തിനാണെച്ചാൽ അങ്ങനത്തെ ഒരു മനസ്സൊന്നുമില്ല. അങ്ങയുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നോളൂ, ഞാൻ കടമൊക്കെ എഴുതി തള്ളിക്കോളാം. അപ്പോ കുട്ടി അകത്തേക്ക് ഓടിയിട്ട് അമ്മയോട് പറഞ്ഞു, വേണ്ട അമ്മേ, എനിക്ക് വേണ്ട, ഞാൻ മരിക്കും എന്നൊക്കെ കുട്ടി പറഞ്ഞപ്പോ അമ്മയുടെ കരച്ചിലും കൂടി കേട്ടപ്പം കർഷകൻ മിണ്ടാതിരുന്നു, ഉത്തരവൊന്നും പറഞ്ഞില്ല. ശരി, അങ്ങയുടെ മകൾ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറില്ലെങ്കിൽ അങ്ങ് കടം തരേണ്ടി വരും, തിരിച്ചു തരേണ്ടി വരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് തിരിച്ചു തരാമെന്ന്. വേണ്ട, നമുക്കൊരു പുതിയൊരു പദ്ധതി ഉണ്ടാക്കാം, ഞാനും നിങ്ങളും തീരുമാനിക്കണ്ട. അവിടെ കുറച്ചൊരു പുഴ പ്രദേശമുണ്ട്, വെള്ളമൊന്നുമില്ലാത്തൊരു പുഴയാണ്, ധാരാളം വെള്ളം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്. നമുക്ക് ആ ക്ഷേത്രത്തിൽ പോയിട്ട്, ദേവീ ക്ഷേത്രമാണ്, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ദേവിയുടെ ആഗ്രഹം എന്താണോ അതുപോലെ നമുക്ക് ചെയ്യാം. ദേവിയുടെ ആഗ്രഹം അങ്ങയുടെ മകളെ എനിക്ക് തരണം എന്നാണെങ്കിൽ അങ്ങയുടെ മകളെ എനിക്ക് തരണം. ഞാൻ 3 ഓപ്ഷൻ വെക്കാം. ഒന്നാമത്തെ കാര്യം, അങ്ങയുടെ മകളെ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങയെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ അങ്ങയുടെ മകളെ എനിക്ക് തരിക മാന്യമായിട്ട്. ഇനി നിങ്ങൾ അതിനൊന്നും തയ്യാറല്ലെങ്കിൽ, എന്റെ പണവും തരാൻ തയ്യാറില്ലെങ്കിൽ, ഞാൻ നിങ്ങളെ വെറുതെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നെ അറിയാലോ നിങ്ങൾക്ക്. ഇദ്ദേഹത്തിന് ഇപ്പൊ എന്താ വേണ്ടതെന്നറിയില്ല. മകളോട് പറഞ്ഞു, വരൂ മകളെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാക്കും ഇയാളെന്ന്. അവിടെ ചെന്നു ആ ദേവീ ക്ഷേത്രത്തില്. എന്നിട്ട് ഇയാൾ പറയാണ്, താഴെ നോക്കിയിട്ട് മണൽ പ്രദേശത്തുണ്ടല്ലോ ഈ കറുത്ത കല്ലുകളും വെളുത്ത കല്ലുകളും ഉണ്ടാവും, വെള്ളാരം കല്ല് എന്നൊക്കെ പറയില്ലേ. ഇദ്ദേഹം പറഞ്ഞു, ഇതിലൊരു വെളുത്ത കല്ലും ഒരു കറുത്ത കല്ലും, ഇയാളെ അതിൽ ചെറിയ സഞ്ചിയുണ്ട്. ഇവർ ഈ മുറുക്കുന്ന ആൾക്കാർ, നോർത്ത് മഹാരാഷ്ട്രന്മാരൊക്കെ നല്ലോണം മുറുക്കും. അപ്പൊ ഈ മുറുക്കുന്ന ഒരു സഞ്ചിയുണ്ട്, ഈ ഇതൊക്കെ ഇട്ട് വയ്ക്കുന്നത്, എന്താണ്, വെറ്റില തുടങ്ങിയ സാധനങ്ങൾ. അതൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, ഇതിന്റെ അകത്തേക്ക് ഞാനൊരു കറുത്ത കല്ലും ഒരു വെളുത്ത കല്ല്, ചെറിയ ബബിൾസ്, അതിടാൻ പോവുകയാണ്. അതില് കറുത്ത കല്ലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ മകള് എന്റെ ഭാര്യയാണ്, നിങ്ങളുടെ കടം ഞാൻ എഴുതള്ളും. വെളുത്ത കല്ലാണ് കിട്ടുന്നതെങ്കിൽ, അവൾ എടുക്കുന്നത് ആദ്യത്തെ വെളുത്ത കല്ലാണെങ്കിൽ, നിങ്ങളുടെ മകൾക്ക് എന്നെ കല്യാണം കഴിക്കേണ്ട, നിങ്ങളുടെ കടം ഞാൻ എഴുതള്ളും. ഇവൾ എടുക്കാൻ മടി കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും, നിങ്ങളെ ഞാൻ തകർക്കും, ജയിലിലേക്ക് പറഞ്ഞയച്ചു, എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി കുരുക്കും. അപ്പൊ അച്ഛൻ മകളുടെ കണ്ണിലേക്ക് നോക്കി, എന്താ വേണ്ടതെന്ന്. ആ കുട്ടി ഒരു നല്ലൊരു ആത്മീയ സംസ്കാരമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി തന്നെ ശരിക്കും അധ്യാപകരിൽ നിന്നൊരു വിദ്യാലയത്തിലൊരു സീനിയർ അധ്യാപകനുണ്ട്. അധ്യാപകരിൽ നിന്നൊക്കെ ഇത്തിരി ധ്യാനമൊക്കെ പരിശീലിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പരിഭ്രമം ഉണ്ടായില്ല. ആ കുട്ടി നല്ലവണ്ണം ഈശ്വരനെയൊക്കെ സ്മരിച്ച് എന്തെങ്കിലും ഒരു വഴി കാണാണ്ടിരിക്കില്ല. പെട്ടെന്ന് ഇയാൾ കല്ല് വെറുക്കുമ്പോൾ ഈ കുട്ടിയുടെ ശ്രദ്ധ അതിലേക്ക് തന്നെ പോയി എന്നാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു അറിയോ? വെളുത്ത കല്ലിന് പകരം 2 കറുത്ത കല്ലെടുത്തു. 2 കറുത്ത കല്ല്. ഇത് രണ്ടും അയാള് സഞ്ചിയിലേക്ക് ഇടുന്ന കുട്ടി കണ്ടു. കുട്ടിക്ക് മനസ്സിലായി, ഇപ്പൊ അപകടത്തിൽപ്പെട്ടു, ഞങ്ങൾ ട്രാപ്പിലായി എന്നുള്ളത്. കാരണം ആദ്യം കിട്ടുന്ന കല്ല് എപ്പോഴും കറുത്ത കല്ലാണ്, പിന്നെ ഇയാളുടെ ഭാര്യയാണെന്ന് നീക്കി വയ്ക്കുന്നത്. ആ ഒരു സമയം എടുത്തോളൂ, സഞ്ചി കാണിച്ചു അയാള്. ഈ കുട്ടി സഞ്ചിയിലേക്ക് കൈയിട്ടുകൊണ്ട് ആ കല്ലും കൊണ്ട് എടുക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലെ പൂജാരി വരുന്നുണ്ട്. ഇത് ആരാ വരുന്നോ നോക്കൂ പറയണം. എല്ലാവരും ശ്രദ്ധ കണ്ട് തിരിച്ചു ഇവള് താഴേക്കിട്ടു. പെട്ടെന്ന് കല്ല് താഴേക്കിട്ടു. അവള് പോലും നോക്കുന്നതിന് മുമ്പ് താഴേക്കിട്ടു.
കാരണം അവൾക്ക് നല്ല ഉറപ്പുണ്ട് അത് കറുത്ത കല്ലാണ്. ഇനി പറയൂ, എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? അവള് ക്ഷമ പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം. അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, അറിയാതെ പറ്റി, കയ്യിൽ നിന്ന് കല്ല് താഴേക്ക് വീണു, അറിയാതെ സംഭവിച്ചതാണ്. ഒരു നിമിഷം അവൾ നിന്നു. അപ്പോഴേക്കും അമ്പലത്തിലെ പൂജാരിയും വന്നു. പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഒരു കറുത്ത കല്ലും വെളുത്ത കല്ലോടുന്നു. അല്ല, വെളുത്ത കല്ലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും, കറുത്ത കല്ലാണ് വരുന്നതെങ്കിൽ ഞാൻ ഇയാളുടെ ഭാര്യയായിരിക്കണം. ഇപ്പൊ ഇങ്ങനെയാണ് സംഭവിച്ച, കയ്യിൽ നിന്ന് കല്ല് താഴേക്ക് വീണു. അവ പൂജാരിക്കൊന്നും അറിയണില്ല. അപ്പൊ കുട്ടി പറയാണ്, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, ഇനിയൊരു കല്ല് ബാക്കിയുണ്ടല്ലോ, ആ കല്ലെങ്ങാനും വെളുത്ത കല്ലാണെങ്കിൽ ആദ്യം വന്ന കല്ല് കറുത്ത കല്ലായിരിക്കണം. അപ്പൊ ഞാൻ സമ്മതിച്ചോളാം, നിങ്ങളൊക്കെ മുന്നിൽ വെച്ചൊരു സത്യം ചെയ്യണു, ഞാൻ ഇയാളുടെ ഭാര്യയായിരിക്കുന്നു. അവൾക്ക് നല്ല ഉറപ്പാണ്. അതല്ല, ഇനി അടുത്ത കല്ല് കറുപ്പാണെങ്കിൽ വന്നത് വെളുത്ത കല്ലാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം വെളുത്ത കല്ലാണല്ലോ ആദ്യം കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇയാളുടെ ഭാര്യയുമല്ല, ഇയാളുടെ സത്യപ്രകാരം എന്റെ അച്ഛൻ കടത്തിൽ നിന്ന് മുക്തനാണെന്ന് പൂജാരിക്ക് സമ്മതമായി. ആ സമയത്ത് ബ്ലേഡുകാരൻ പെട്ടു. കാരണം ബ്ലേഡുകാരൻ കള്ളത്തരം കാണിച്ചിരിക്കുകയാണ്, അതും അമ്പലമാണ്. അവൾ കല്ലെടുത്തു. സ്വാഭാവികമായിട്ടും ഏത് തന്നെയാണ്? കറുത്ത കല്ലാണ്. അപ്പൊ ആ സമയം ഇതൊന്നും പുസ്തകത്തിൽ പഠിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു പുസ്തകം കൊണ്ടും ഈ നോളജ് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്നത്, ഇതിനാണ് ആത്മീയമായ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. ഏത് സന്ദർഭങ്ങളിൽ ആ ഒരു ക്രൈസിസിനനുസരിച്ച് നമുക്കതിനെ നേരിടാനുള്ള ഒരു അറിവും കഴിവുമുണ്ടെങ്കിൽ ആ ക്രൈസിസ് നമുക്കൊരു ക്രൈസിസ് അല്ല. ഒരു പ്രശ്നമാകുന്നത് അത് രോഗമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ജോലി സംബന്ധമാവട്ടെ, കുടുംബ സംബന്ധമാവട്ടെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലാവട്ടെ, കുട്ടികളോട് തമ്മിലുള്ള പ്രശ്നങ്ങളാവട്ടെ, ഏത് പ്രശ്നങ്ങളായാലും ശരി, രാഷ്ട്ര പ്രശ്നങ്ങളാവട്ടെ, അത് സന്ദർഭത്തിനനുസരിച്ച് അതിനോട് നമുക്ക് നേരിടാനുള്ള അറിവും കഴിവും ആ സന്ദർഭത്തിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനെയാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. ഇതാണ് ഭഗവാൻ പറയുന്ന ദദാമി ബുദ്ധിയോഗം തം ഏനമാമുപയാന്തി തേ. ഭഗവാൻ പറയുന്നു, ഞാൻ ആ സന്ദർഭത്തിൽ അവർക്ക് എന്ത് കൊടുത്തിരിക്കും? ബുദ്ധിയോഗം. ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് അത്തരത്തിലുള്ളൊരു അറിവ് കണ്ടെത്തണമെങ്കിൽ അതിനെന്ത് വേണം? മനസ്സല്പം പോലും ഡിസ്റ്റർബ്ഡ് ആവരുത്. നമുക്കൊക്കെ പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അപ്പൊ മനസ്സിനെ കുറച്ചുനേരം ശാന്തതയിൽ പിടിച്ചു നിർത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഡിസ്റ്റർബ്ഡ് മനസ്സുകൊണ്ടാണ്. ഈ ഡിസ്റ്റർബ്ഡ് മനസ്സുകൊണ്ട് പ്രതികരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവുന്നത്. അതുകൊണ്ട് വേദത്തിൽ പറയും, തൈത്തിരീയ ഉപനിഷത്തിൽ പറയും, ശരിക്ക് നമ്മൾ കുട്ടികളെ കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യണം? ഓം ബ്രഹ്മവിദാപ്നോതി പരം തദേശാഭ്യുക്ത സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ സോസ്നുദേ സർവാൻ കാമാൻ സഹാ ബ്രഹ്മണാ വിപശ്ചിതേതി. ഇങ്ങനെ ഉപനിഷത്ത് പറഞ്ഞു പോകും. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ, സത്യമായിരിക്കുന്ന, ജ്ഞാനമായിരിക്കുന്ന, അനന്തമായിരിക്കുന്ന ബ്രഹ്മം നിഹിതം ഗുഹായാം, എവിടെ ഇരിക്കണോ? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ നാമം ജപിച്ചിട്ടോ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചോ ചിന്തകളിൽ നിന്ന് മുക്തമായി കുറച്ചു നേരം നമ്മുടെ മനസ്സിനെ ആരിലേക്ക് ഉറപ്പിക്കണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് ബോധത്തിലേക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ വേണ്ടുന്ന അറിവ് വേണ്ട സമയത്ത് എവിടെ തോന്നും? നമ്മളിൽ തോന്നും. ന്യൂട്ടന്റെ കഥ ഓർക്കുന്നുണ്ടല്ലോ. തലയിൽ ആപ്പിൾ വീണപ്പോ ഗ്രാവിറ്റേഷൻ ലോ പുറത്തുനിന്നല്ല വന്നത്, എവിടുന്ന് വന്നു? ഉള്ളിൽ നിന്ന് വന്നു. ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു അറിവും കഴിവും എല്ലാവരിലും നിഹിതം ഗുഹായാം, എല്ലാവരിലുമുണ്ട്. അത് നമുക്ക് കിട്ടാത്തതിന് കാരണം നമ്മൾ ഓരോ വിഷമങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ആകെ ഡിസ്റ്റർബ്ഡായി, നമ്മൾ അസ്വസ്ഥരായി. ഈ അസ്വസ്ഥ മനസ്സുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ട് പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി പറയുന്ന ഒരു വാക്കുകളുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വേണം കുട്ടികളെ കൗമാരാചരിൽ പ്രാജ്ഞാം ധർമാൻ ഭാഗവതാനിഹാം ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്തതം. ഉണ്ണികളെ, ഈ മനുഷ്യജന്മം
ഈ രൂപത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ 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 പ്രയാസമാണ്. അങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് അതിനെ നിങ്ങൾ ഭഗവത് ധർമ്മത്തെ മനസ്സിലാക്കാൻ പ്രയോഗിച്ചിട്ടില്ല എങ്കിൽ അത് അതിനേക്കാളും വലിയ നഷ്ടമാണ്. അപ്പൊ കുട്ടിക്കാലത്തെ ഈ ബോധം വേണം. എന്നിൽ എല്ലാ ശക്തികളുമുണ്ട്. എനിക്ക് ഏത് കാര്യം നേടിയെടുക്കണോ, ഏത് സ്വപ്നങ്ങൾ എന്റെ ഉള്ളിൽ സാക്ഷാത്കരിക്കണോ, അത് പോസിറ്റീവ് ആണെങ്കിൽ അത് സാക്ഷാത്കരിക്കാനുള്ള ശക്തിയും കഴിവും എവിടെയുണ്ട്? എന്നിലുണ്ട്. അപ്പൊ ആ സത്യം എനിക്ക് സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ, ആ കഴിവ് എനിക്ക് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നിലിരിക്കുന്ന ഭഗവാനിലേക്ക് ഞാൻ അല്പനേരം മനസ്സിനെ നാമം ചൊല്ലിയിട്ടോ ഏതെങ്കിലും കേനപ്രകാരേണ മനഃകൃഷ്ണേ നിവേശയിൽ ഏതെങ്കിലും പ്രകാരത്തിൽ കുറച്ചുനേരം മനസ്സ് ആരിലേക്ക് വരണം? ഭഗവാനിലേക്ക് വരണം. അതുകൊണ്ട് നിങ്ങളുണ്ടല്ലോ, വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവര്, എനിക്ക് നിങ്ങളോടുള്ള വലിയൊരു അപേക്ഷ ഇതാണ്. വെറുതെ നിങ്ങൾ തൊഴിപ്പിച്ച് കൊണ്ടുപോകരുത് അവരെ. കാരണം തൊഴിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെ ഉറപ്പിക്കുകയാണ് അമ്പലത്തിന്റെ ഉള്ളിലാണ് ദൈവം എന്ന്. നമ്മൾ അവരെ ചെറുപ്പത്തിലേ പഠിപ്പിക്കേണ്ടത് ദൈവം എന്ന് പറയുന്ന ശക്തി അമ്പലത്തിലിരിക്കുന്ന ശക്തിയല്ല, നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന, എപ്പോഴും നമ്മുടെ കൂടെയുള്ള ശക്തിയാണ്. ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി തരാൻ ഉള്ള കഴിവ് ആർക്കുണ്ട്? ഉള്ളിലിരിക്കുന്ന ഭഗവാനുണ്ട്. ആ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആരിലേക്ക് കണക്ട് ചെയ്യണം? ഭഗവാനിലേക്ക് കണക്ട് ചെയ്യണം. ആ ഒരു ബോധം നമ്മൾ കുട്ടിക്കാലത്തെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഇതാണ് വേദസംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഹിന്ദുക്കൾക്കുണ്ടല്ലോ, വേദസംസ്കാരവും ക്ഷേത്ര സംസ്കാരവും രണ്ടും രണ്ടായി മാറിയിരിക്കുകയാണ്. ക്ഷേത്ര സംസ്കാരം പോലും വന്നിരിക്കുന്നത് വേദസംസ്കാരത്തിൽ നിന്നാണ്. ആദ്യം അമ്പലാണോ ആദ്യം വേദമാണോ ഉണ്ടായത്? വേദമാണ് ഉണ്ടായത്. അപ്പൊ വേദസംസ്കാരത്തിൽ നിന്നാണ് ക്ഷേത്രങ്ങൾ വന്നിരിക്കുന്നെങ്കിൽ ക്ഷേത്രങ്ങൾ വച്ചിരിക്കുന്നത് ഏത് സംസ്കാരത്തെ പഠിപ്പിക്കാനാണ്? വേദസംസ്കാരത്തെ പഠിപ്പിക്കാനാണ്. വേദങ്ങൾ തുടങ്ങുന്നതാണെങ്കിലോ, വേദങ്ങളുടെ അന്തസ്സത്തെയാണെങ്കിലോ, വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം. സംസ്കൃത വിത് എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് വേദം എന്നുള്ള ശബ്ദം വരുന്നത്. വിത് എന്നുള്ള സംസ്കൃത ധാതുവിന് അറിയുക എന്നാണ് അർത്ഥം. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ആരെക്കുറിച്ചുള്ള അറിവ്? അവനവനെക്കുറിച്ചുള്ള അറിവ്. അപ്പൊ അവനവനെക്കുറിച്ചുള്ള അറിവ് അത് അമ്പലങ്ങളിൽ നിന്ന് നേടിയെടുക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വരേണ്ടതാണ്. ഒരുപക്ഷെ അവിടെ ഇല്ലെങ്കിൽ പോട്ടെ, വിരോധമില്ല. ആര് പറഞ്ഞു കൊടുക്കണം? അച്ഛനോ അമ്മയോ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരെയാണ് അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നും എന്നൊക്കെ പറയുന്നതെന്ന് ഋഷഭദേവൻ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇതൊരു വലിയൊരു, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മളെല്ലാം വഴികാട്ടികളായി മാറണം. നമ്മുടെ ജീവിതത്തെയും നമ്മൾ ഉയർത്തണം, മറ്റുള്ളവരുടെ ജീവിതത്തെയും ഉയർത്താൻ നമുക്ക് സാധിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ അതാണ് ഭഗവാൻ പറയുന്ന ശ്രേഷ്ഠകരമായ ജീവിതം. ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വഴികാട്ടിയായ ഋഷഭദേവന്റെ മൂത്ത മകനായിരുന്നു ഭരതൻ. അങ്ങനെ ഋഷഭദേവൻ മകന് രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തപസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന്റെ തപസ്സാണെങ്കിലോ ഭാഗവതം പറയുന്നു, പരമഭാഗവതം ഭഗവൽ ജനപരായണം ഭരതം ധരണീ പാലനായ അഭിഷിച്യ സ്വയം ഭവനയേവോർ വരിത ശരീരമാത്തപരിഗ്രഹ ഉന്മത്തൈവ ഗഗനപരിധാന പ്രകീർണകേശ ആത്മനിയാരോപിതാഹവനിയോ ബ്രഹ്മാവർത്തൽ പ്രവ്രജ. ബ്രഹ്മാവർത്തം എന്ന് പറയുന്ന ഒരു കാട്ടിലേക്ക് അദ്ദേഹം കടന്നു എന്നാണ്. ഭരതനെ രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് ജഡാന്തമോഗബദിര പിശാചോന്മാദകവല്ലവദൂതവേഷോ വ്യഭിഷ്യമാനാഭിജനാനം ഗൃഹീത മൗനവ്രത തുഷ്ണിം ബഭൂവ. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് മൗനവ്രതത്തിൽ ഇറങ്ങിപ്പോയി എന്നാണ്. പിന്നെ ആരോടും സംസാരിക്കാനൊന്നും പോയില്ല, മൗനവ്രതത്തില്. അപ്രകാരം അദ്ദേഹം തപസ് ചെയ്ത് അദ്ദേഹം ഒരു അവധൂതനെ പോലെ, വസ്ത്രവുമില്ല, ഇങ്ങനെ നടക്കും, മുടിയൊക്കെ അങ്ങനെ പാറി പറത്തിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരു ജീവിതം. എന്താ കിട്ടിച്ചാൽ അത് കഴിക്കുക. അവിടെ മലമൂത്രങ്ങൾ പോവും. ആ മലമൂത്രങ്ങളൊക്കെ ചിലപ്പോൾ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കും. അദ്ദേഹത്തിന്റെ മലമൂത്രങ്ങളിൽ നിന്ന് ദുർഗന്ധമായിരുന്നില്ല വന്നത്, സുഗന്ധമായി ആണ് വന്നിരുന്നതെന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. അതിനുശേഷം ആ രാജ്യം പിന്നീട് ഭരിക്കുന്നത് ഭരതനാണ്. അപ്പോൾ ഇവിടെ ആ ഋഷഭദേവന്റെ അവസാനത്തെ അനുഭൂതിയെക്കുറിച്ച് ഇവിടെ ഭാഗവതം പറഞ്ഞുകൊണ്ടാണ് 6ാമത്തെ അധ്യായം ഉപസംഹരിപ്പിക്കുന്നത്. രാജൻപതിർഗുരുരലംഭവതാമ്യദൂനം ദൈവം പ്രിയ കുലപതി കൊജകിങ്കറോവ അസ്ത്വംഗമംഗ ഭഗവാൻ ഭജതം മുകുന്ദോ മുക്തിം ദദാതി കർഹി ജൽസ്മന ഭക്തിയോഗം. മുക്തി കിട്ടാൻ പ്രയാസമില്ല, ഭക്തി കിട്ടാനാണ് പ്രയാസം എന്നാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ്. മുക്തിം ദദാതി ന ഭക്തിയോഗം എന്ന്. ഭക്തി കിട്ടാൻ പ്രയാസമാണ്. ഏത് കിട്ടാൻ പ്രയാസമില്ല? മുക്തി കിട്ടാൻ. അതെന്താ സ്വാമി? മുക്തി കിട്ടാൻ എല്ലാ വർഷവും ആൾക്കാർ ശബരിമലയ്ക്ക് പോകുന്നുണ്ടല്ലോ.
കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ, സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ ഇത്ര ഈസിയായിട്ട് എവിടെയും കിട്ടില്ല. എന്നാ ഭക്തി കിട്ടും അത്ര വേഗത്തിൽ കിട്ടുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ ഭക്തിയും മുക്തിയും തമ്മിലുള്ള വ്യത്യാസം? അതായത് നിങ്ങൾ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി താമസിച്ചുകൊണ്ട്, നിങ്ങളുടെ മനസ്സിനെ മറ്റൊരു ശല്യങ്ങളോ ഇല്ലാത്ത വിധത്തിൽ നാമം ജപിച്ചുകൊണ്ടോ മറ്റുള്ള രീതിയിലോ ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിച്ച് അങ്ങനെ നിങ്ങൾക്ക് എളുപ്പം മുക്തരാവാൻ സാധിക്കും. എന്നാൽ എല്ലാവരുടെയും കൂടെ ജീവിച്ചുകൊണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരുടെ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിന്റെ ഇടയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? ആണോ? വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭക്തി അത് നമുക്ക് കൈവരിക്കണമെങ്കിൽ അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. നിത്യാനുഭൂത നിലജാം നിജലാഭ നിവൃത്ത തൃഷ്ണാം ശ്രേയസ്യതൽ രചനയാ ചിരസുപ്തബുദ്ധേ ലോകസ്യ കരുണയാ ഭയമാത്മലോകം ആഖ്യാനമോ ഭഗവതേ ഋഷഭായ തസ്മൈ. മക്കൾക്ക് നല്ല വഴികാട്ടിയായിട്ട് അവസാനം തന്റെ ജീവിതത്തെ തന്നെ ഭഗവാനിലേക്ക് എത്തിച്ച മഹാനാണ് ആര്? ഋഷഭദേവൻ. ഇങ്ങനെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ കുട്ടികളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ക്രമേണ വീട് തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങള് ഇതൊന്നും നമ്മുടെ കൂടെ വരുന്നതല്ലെന്നും ഇതൊന്നും നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്നതല്ലെന്നും വെറുതെ നമ്മൾ ഒട്ടലുണ്ടാക്കരുതെന്നും എന്നൊക്കെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ ക്രമേണ കൂടുതൽ സമയം ആരിലേക്ക് കൊണ്ടുവരണം? അങ്ങനെ ഭഗവത് വിചാരത്തോടുകൂടി അന്തേ നാരായണ സ്മൃതി ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതം സഫലമാവില്ലേ? ഈ ഒരു പ്ലാനിങ് നമുക്ക് വേണമെന്ന് പറയാണ്. അതായത് എല്ലാറ്റിന്റെയും കൂടെയും പോണം, അവരെയൊക്കെ വഴി കാണിക്കണം, അവരിൽ നിന്നും ക്രമേണ മനസ്സിനെ മോചിപ്പിക്കുകയും വേണം. നമ്മൾ മരിക്കുന്ന സമയത്ത് ശരീരം വിലയില്ലാതെയാലും ഏതിന് വിലയുണ്ടാവണം? മനസ്സിന് വിലയുണ്ടാവണം. മനസ്സിന് വിലയുണ്ടാവണമെങ്കിൽ അതിനെ വിലയുള്ളതിലേക്ക് നമ്മൾ ഉയർത്തിയിരിക്കണം. അങ്ങനെ ഒരു അന്തസ്സുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം. അങ്ങനെ ജീവിച്ചു പോയവനാണ് ഋഷഭദേവൻ എന്ന് പറയണം. അതിനുശേഷം ഋഷഭന്റെ മൂത്ത മകൻ ഭരതൻ രാജ്യം ഭരിക്കുന്നു. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന് അതുവരെ പേരുണ്ടായിരുന്നത് ആര്യാവർത്തം എന്നായിരുന്നു. നമ്മൾ ഈ ആര്യാവർത്തം എന്ന് പറയുമ്പോൾ, അജനാഭം എന്നൊക്കെ പറയുമ്പോൾ, ഇന്ന് നമ്മൾ ഭാരതത്തിനെ കാണുന്ന പോലെ അവരത് കാണുന്നത്. ഇന്ന് ഇന്ത്യയിലുള്ള സ്ഥലങ്ങള്, നേപ്പാള്, അതുപോലെ ഭൂട്ടാൻ, ബർമ തുടങ്ങിയുള്ള ആ സ്ഥലങ്ങളൊക്കെ, ചൈന, പിന്നീട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ആ പ്രദേശങ്ങൾ എല്ലാം ഏറെക്കുറെ തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളോ മൊത്തം അതിനെയായിരുന്നു എന്ന് വിളിച്ചത് ആര്യാവർത്തം, അജനാഭം എന്നൊക്കെ. അതുകൊണ്ട് ഇന്നും അവിടെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരം വളരെ ആഴത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. പുറമേക്കൊക്കെ അതൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആഴത്തിൽ ഇന്ത്യൻ സംസ്കാരമുണ്ട്. ഈശാവാസിമിധം സർവം യത്കിഞ്ച ജഗത്യാം ജഗൽ എന്ന് പറയുന്ന ഒരു മന്ത്രത്തിന്റെ ധ്വനിയുണ്ടല്ലോ. നമ്മുടെ ഓസ്കാർ അവാർഡ് കിട്ടിയ ആള് പറഞ്ഞില്ലേ ഓങ്കാരത്തിന്റെ മഹത്വം. ഓങ്കാരം, അദ്ദേഹം അതാ പറഞ്ഞത്, ഓങ്കാരം ജനിച്ച നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നുള്ളത്. ഒരു നിശബ്ദതയിൽ നിന്നും ഓങ്കാരം വരുന്നു, പിന്നീട് അതിൽ ശബ്ദമുണ്ടാവുന്നു, വീണ്ടും അത് നിശബ്ദതയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഭാരതത്തിന് പറയാനുള്ളത് രണ്ടു തരം സത്യങ്ങളെയാണ്. ഒന്ന് നിർഗുണമായിരിക്കുന്ന സത്യവും, രണ്ട് സഗുണമായിരിക്കുന്ന സത്യവും. കാണുന്നതൊക്കെ സഗുണമാണ്, സഗുണത്തിന്റെ പിന്നിൽ നിർഗുണമുണ്ട്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി മനസ്സുകൊണ്ട് പോലും നമുക്ക് കോൺസെപ്റ്റൈസ് ചെയ്യാൻ സാധിക്കാത്ത സൂക്ഷ്മമായിരിക്കുന്ന, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന, വാസ്തവത്തിൽ എല്ലാം നിലനിൽക്കുന്നത് ഏതിലാണോ ആ പരമമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് നിർഗുണമായിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നാണ് ശബ്ദബ്രഹ്മങ്ങളും രൂപബ്രഹ്മങ്ങളും വന്നിരിക്കുന്നതെന്ന പരമസത്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന, കണ്ടെത്തിയിരിക്കുന്ന ഒരു നാടിന്റെ സംസ്കാരം ഇന്നും ആ പ്രദേശങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത്ര ഗംഭീരമാണ്. ഞാനത് നിങ്ങളോട് ഇത്ര അതോറിറ്റിയായിട്ട് പറയാൻ കാരണം, ഞാനൊരു കഴിഞ്ഞ വർഷം എനിക്ക് തായ്ലൻഡിൽ പോകേണ്ടി വന്നു. അപ്പൊ എന്റെ കൂടെ വേറെയും ചില ആളുകളുണ്ടായിരുന്നു. അപ്പോ അവിടെ രാജാവിന്റെ പാലസ് കാണാൻ പോയ സമയത്ത് കറാച്ചിയിൽ നിന്നൊരു മുസ്ലിം ഫാമിലി വന്നിരുന്നു. അപ്പൊ രാം, അവിടുത്തെ കിങ്ങിന്റെ പേര് രാം ഫസ്റ്റ്, രാം സെക്കൻഡ്, അങ്ങനെയൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പഴയ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ ചുറ്റും അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് രാമായണത്തിലെ കഥകളാണ്. തായ്ലൻഡിലെ രാജകൊട്ടാരത്തിലെ, പഴയ കൊട്ടാരത്തിലെ ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റുന്നത് രാമായണമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മ്യൂറൽസ് എന്ന് പറയില്ലേ, പെയിന്റിംഗ്, മ്യൂറൽസ് പെയിന്റിംഗിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ കഥകളിലൂടെ അങ്ങനെ പോവായിരുന്നു. അപ്പൊ ഈ കറാച്ചിയിൽ നിന്ന് വന്ന ഫാമിലി ഉണ്ട്. അതിലൊരു 19 വയസ്സായുള്ള പെൺകുട്ടിയുണ്ട്. അവൾ അവിടെ പഠിക്കുകയാണ്, മുസ്ലിം പെൺകുട്ടി.
അപ്പൊ അങ്ങനെ കഥ പറയുന്നതിന്റെ ഇടയിൽ അപ്പൊ ചോദിക്കുന്നുണ്ട് അവള് ഓരോന്ന്. അപ്പൊ ഞാനും പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയാണ്. അതിനിടയ്ക്ക് ജഡായുവിന്റെ സഹോദരന്റെ പേര് എനിക്ക് വന്നില്ല പെട്ടെന്ന്. ഉടനെ ആ കുട്ടി പറഞ്ഞു, ഇറ്റ് ഈസ് സമ്പാദി സ്വാമി എന്ന്. പറയുമ്പോ മുസ്ലിം പെൺകുട്ടിയാണ്, കറാച്ചിയിലാണ്, പാകിസ്ഥാനിലാണ് ജീവിക്കുന്നത്. അത് സമ്പാദിയാണെന്ന് ഇതൊക്കെ പറയട്ടെ, എനിക്കാണ് കൂടുതൽ ബോധം ഉണ്ടാവേണ്ടത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ സംസ്കാരം വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. അതിനെ എങ്ങനെയൊന്നും നശിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ അജ്ഞരായതുകൊണ്ട്, നമ്മളൊന്നും അത് മനസ്സിലാക്കാത്തതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആ കഥയുടെ മാത്രം തലങ്ങളിൽ നിന്നു പോവുകയാണ്. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളാരും കടന്നു ചെല്ലുന്നില്ല. ഇതിന്റെ പിന്നിൽ ചില മാനേജ്മെന്റുകളുണ്ട്. ആ മാനേജ്മെന്റുകൾ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അത് തന്നെയാണ് ലോകത്തിന് ഇന്ന് ആവശ്യമായിട്ടുള്ളത് പറയാണ്. ഏതായാലും അജനാഭം എന്ന് പറയുന്ന രാജ്യത്തിന് ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ് ഭാരതം എന്നുള്ള പേര് വന്നത്. ഇനി ഭാരതം എന്നുള്ള ശബ്ദത്തിന് അർത്ഥം അത് മനസ്സിലാക്കി വെക്കണം. എങ്ങനെയാണ് ഭാരതം എന്ന് വന്നത്? ഇതിലെ ഭാരതം എന്നുള്ളതിലെ ഓരോ അക്ഷരങ്ങൾക്കും ഒരർത്ഥമുണ്ട്. ഭാ എന്ന് പറഞ്ഞാൽ ഭാതി. സംസ്കൃതത്തിൽ ഭാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം, പ്രകാശം. അങ്ങനെയാണ് സൂര്യദേവന് ഭാസ്കരൻ, ഭാനു എന്നുള്ള പേരുകളൊക്കെ വരുന്നത്. എല്ലാം തുടങ്ങുന്നത്